ശ്രീ NK അക്ബർ. അടുത്തത് NK അക്ബറാണ്. സത്യപ്രതിജ്ഞ ചെയ്യാനായി അക്ഷരമാലാക്രമത്തിൽ വിളിക്കപ്പെട്ടിട്ടുള്ളത് NK അക്ബർ. NK അക്ബർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഗുരുവായൂരിൽ നിന്നുള്ള ജനപ്രതിനിധി NK അക്ബർ. ശ്രീ മഞ്ഞളാംകുഴി അലി. മഞ്ഞളാംകുഴി അലി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മങ്കടയിൽ നിന്ന് വിജയിച്ചു വന്ന മഞ്ഞളാംകുഴി അലിയും സത്യപ്രതിജ്ഞ ചെയ്തു. ശ്രീമതി OS അംബിക. OS അംബിക എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടെ നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ആറ്റിങ്ങലിൽ നിന്നും വിജയിച്ച OS അംബികയും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. MLA-മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. ശ്രീ GR അനിൽ. GR അനിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ AP അനിൽകുമാർ. AP അനിൽകുമാർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വണ്ടൂരിൽ നിന്നുള്ള MLA AP അനിൽകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിരവധി തവണ സഭയിൽ എത്തിയിട്ടുള്ള മന്ത്രിയായും അംഗമായും ഒക്കെ സഭയിൽ എത്തിയിട്ടുള്ള ആളാണ് AP അനിൽകുമാർ. നിരവധി വകുപ്പുകളിൽ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. പ്രവർത്തന പരിചയമുള്ള ആൾ AP അനിൽകുമാർ. നിരവധി പുതുമുഖങ്ങളും പ്രവൃത്തി പരിചയമേറെ ഉള്ളവരും അടക്കം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് സഭയിൽ. ശ്രീ അനൂപ് ജേക്കബ്. അടുത്തതായി അനൂപ് ജേക്കബാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുന്നത്. അനൂപ് ജേക്കബ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പിറവം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച അനൂപ് ജേക്കബ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. TM ജേക്കബിൻ്റെ മകനാണ്.